കേരളത്തിൽ ആർഎസ്എസ് നടത്തുന്ന ആക്രമണങ്ങൾ മറച്ചുപിടിക്കാനാണ് കഞ്ചിക്കോട്ടുണ്ടായ ദാരുണ മരണം ബിജെപി കള്ളപ്രചാരണമാക്കുന്നതെന്ന് കോടിയേരി. കണ്ണൂരിൽ വീട്ടിൽ കയറി വീട്ടമ്മയെ ബോംബെറിഞ്ഞു കൊന്നവർ ചിതാഭസ്മ യാത്രയ്ക്കൊരുങ്ങുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ്. കേന്ദ്രഭരണമെന്ന ഓലപ്പാമ്പ് കാട്ടി സിപിഐഎമ്മിനെ പേടിപ്പിക്കേണ്ടെന്നും കോടിയേരി കഞ്ചിക്കോട് പറഞ്ഞു. ഇങ്ങനെ കേന്ദ്രം ഇടപെടുമെന്ന് പറഞ്ഞ് ഇമ്പാച്ചി കാണിച്ച് ഭയപ്പെടുത്താമെന്നാണോ ബിജെപിക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ഭയപ്പെടുത്തുന്നു. കേന്ദ്രം ഇടപെടണം, ക്രമസമാധാനം തകർന്നു. അതിലവർ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് പിരിച്ചു വിടണമെന്നാണോ? എങ്ങനെയാണെന്ന് പറയട്ടെ. ഇടതുപക്ഷ ഗവൺമെന്റ് പിരിച്ചു വിടണമെന്ന് ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ പിരിച്ചുവിടും. പാലക്കാട് കഞ്ചിക്കോട്ടെ രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന പേരിലാണ് സിപിഐഎം രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മുതൽ സംസ്ഥാനത്ത് ആർഎസ്എസ് ബോധപൂർവം നടത്തിയ ആക്രമണങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്ത കോടിയേരി എണ്ണിപ്പറഞ്ഞു. 7 മാസത്തിനിടെ 8 സിപിഐഎം പ്രവർത്തകരെ ആർഎസ്എസ് ബിജെപി സംഘം കൊലപ്പെടുത്തി. തുടർച്ചയായി ആക്രമണം നടത്തി പ്രകോപനം സൃഷ്ടിക്കാനാണ് ആർഎസ്എസിന്റെ ശ്രമം. സിപിഐഎം ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ ആസൂത്രിതമാണ്. കഞ്ചിക്കോട്ട് 2 പേർ തീപ്പൊള്ളലേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് ബിജെപി എന്നും കോടിയേരി പറഞ്ഞു. സ്ത്രീകളടക്കം 100 കണക്കിന് പേർ പുതുശ്ശേരിയിൽ ചേർന്ന യോഗത്തിനെത്തി. സിപിഐഎം ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ചന്ദ്രൻ, P ഉണ്ണി MLA, NN കൃഷ്ണദാസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.